Good morning, students. നമ്മൾ മാനേജ്മെൻറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നൊരു ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പോർഷനാണിത്. അതുകൊണ്ട് നമ്മുടെ ആ തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വാട്ട് ഈസ് ഇൻക്വയറി, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തി. ഇനി ഇൻസ്പെക്ഷൻ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ക്ലാസിഫിക്കേഷനും ജനറൽ ക്ലാസിഫിക്കേഷൻ. സ്റ്റാറ്റ്യൂട്ടറി ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൻ 66 ആണ് അനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷനാണ്. നിയമപരമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന നിയമപരമായിട്ടെന്നല്ല, സെക്ഷൻ 66 അനുസരിച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻസ്പെക്ഷനാണ് സ്റ്റാറ്റ്യൂട്ടറി. സെക്കൻഡ് വൺ ഈസ് ജനറൽ ഇൻസ്പെക്ഷൻ, ദറ്റ് ഈസ് കണ്ടക്റ്റഡ് പീരിയോഡിക്കലി. ഇടയ്ക്കിടയ്ക്ക് കണ്ടക്ട് ചെയ്യുന്ന ഇൻസ്പെക്ഷനാണ് ജനറൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ജനറൽ ഇൻസ്പെക്ഷനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷനും ഉണ്ട്, സർപ്രൈസ് ഇൻസ്പെക്ഷനും ഉണ്ട്. സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ട് പ്രത്യേകിച്ച് ഓർഡറൊന്നും പറഞ്ഞിട്ടില്ല, നേരത്തെ നമ്മളെ അറിയിക്കത്തില്ല, അല്ലാതെ നടത്തുന്ന ഇൻസ്പെക്ഷനെയാണ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റിംഗ് എ സൊസൈറ്റി ആൻഡ് ചെക്കിംഗ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വിതൗട്ട് എനി പ്രോപ്പർ നോട്ടീസ്. പിന്നെ വിതൗട്ട് എനി പ്രോപ്പർ നോട്ടീസ്. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക ഓർഡറൊന്നുമില്ല, പ്രിപ്പയറിങ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ചുമ്മാ ഒരു പെർഫോമ ഒന്നും ഇല്ലാതെ ഒരു റിപ്പോർട്ടും ഇത് ചെയ്യും, പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നേരെ ഇൻസ്പെക്ടർ ഒരു ദിവസം അങ്ങ് വെച്ച് സൊസൈറ്റി ചെല്ലുന്നു, ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ ബേസിലൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഇനി അതിൻ്റെ അകത്ത് ഇൻസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് ആണ് മെയിൻലി അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. സർപ്രൈസ് ഇൻസ്പെക്ഷൻ്റെ അകത്ത് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് ക്യാഷ് ബാലൻസ് നോക്കും. അതായത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കും. അങ്ങനെ എന്തെങ്കിലും സംശയമായ സാഹചര്യത്തിലാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ മിസ്അപ്രോപ്രിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സുപ്പീരിയേഴ്സിനെ ഇൻഫോം ചെയ്യും. ഇനി ചെറിയ ഡെഫിസിറ്റൊക്കെയാണ് കാണുന്നതെങ്കിൽ, ഈ ക്യാഷിനകത്ത് ചെറിയ മിസ്അപ്രോപ്രിയേഷൻസ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് റീപേ അലോങ് വിത്ത് 18% ഇൻട്രസ്റ്റ്. അവരോട് പറയും ആ എമൗണ്ട്, അതിനകത്ത് ചെറിയ എമൗണ്ട് എന്തെങ്കിലും കുറവ് കാണിക്കുന്നുണ്ട്, ആ എമൗണ്ട് ഉടനെ റീപേ ചെയ്യുക, അതിൻ്റെ ഒപ്പം ഒരു 18% ഇൻട്രസ്റ്റും കൂടെ റീപേ ചെയ്യാനായിട്ട് അവരോട് പറയും. ഇനി ഇഫ് സീരിയസ് ഡെഫിസിറ്റാണ്, കൂടുതൽ മിസ്അപ്രോപ്രിയേഷൻസ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ സുപ്പീരിയേഴ്സിനെ അറിയിക്കുന്നു. അതാണ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ്റെ അത് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ചെക്ക് ദി ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ടേം ഓഫ് മാനേജിംഗ് കമ്മിറ്റി ഡിസിഷൻ ടേക്കൺ ബൈ ദം ആർ വാലിഡ് ഓർ നോട്ട്. അതായത് മാനേജിംഗ് കമ്മിറ്റി 5 വർഷത്തേക്കാണ് ചേർന്നിരിക്കുന്നതെങ്കിൽ ആ 5 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ അടുത്ത കമ്മിറ്റി വിളിച്ചു കൂട്ടി അടുത്ത കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ടോ, അങ്ങനെ അതോ അതേ കമ്മിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യുവാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു എൻക്വയറി നടത്തും. അതുപോലെ തന്നെ ആ കമ്മിറ്റിക്കകത്ത് എടുക്കുന്ന തീരുമാനം അത് അതുപോലെ തന്നെ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ അവിടെ വെരിഫൈ ചെയ്ത് നോക്കും. ഇൻസ്പെക്ടർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അപ്പോൾ ഇതാണ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇൻസ്പെക്ടർ എന്താ ചെയ്യുന്നത്, നേരെ ഒരു ദിവസം അങ്ങ് സൊസൈറ്റി ചെല്ലുന്നു വിത്തൗട്ട് ഇൻഫർമേഷൻ നോട്ടീസ് ഒന്നും കൊടുക്കാതെ. എന്നിട്ട് അതിൻ്റെ ബേസിൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. മെയിൻലി ക്യാഷ് ബാലൻസ് ആണ് അവിടെ വെരിഫൈ ചെയ്യുന്നത്. എന്തെങ്കിലും സ്മോൾ മിസ്അപ്രോപ്രിയേഷൻസ് ആണെങ്കിൽ ആ എമൗണ്ട് റീപേ ചെയ്യാൻ പറയും 18% ഇൻട്രസ്റ്റോടുകൂടി. അതെല്ലാം ബിഗ് എമൗണ്ട് ആണ്, സീരിയസ് ഡെഫിസിറ്റ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻഫോം ടു ദി സുപ്പീരിയേഴ്സ്. ഇനി അതുപോലെ തന്നെ മാനേജിംഗ് കമ്മിറ്റി എത്ര നാളായി ഇത് ഫോം ചെയ്തിട്ട്, ആ മാനേജിംഗ് കമ്മിറ്റി 5 വർഷത്തേക്കാണ് സാധാരണ ഫോം ചെയ്യുന്നത്, ആ 5 വർഷം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ടോ, ഇനി ആ കമ്മിറ്റിയിൽ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ പ്രവൃത്തിയിൽ വരുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളുടെ സർപ്രൈസ് ഇൻസ്പെക്ഷൻ്റെ അകത്ത് ഇൻസ്പെക്ടർ വരും. ഇനി അതുപോലെ തന്നെ നെയിം, അഡ്രസ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അവിടുത്തെ മെമ്പേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പേരും അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റാണോ എന്നുള്ളത് ഇൻസ്പെക്റ്റ് ചെയ്യും. അതുപോലെ ഡ്യൂസ്, മെമ്പേഴ്സ് ഓഫ് മാനേജിംഗ് കമ്മിറ്റിക്ക് എന്തെങ്കിലും ഡ്യൂസ് തിരിച്ചടയ്ക്കാതെ കിടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. ഇൻസ്പെക്ടർ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റ് ഒന്നുമില്ല, ചുമ്മാ ഒരു റിപ്പോർട്ട് വന്ന് ഇൻസ്പെക്ട് ചെയ്തതിൻ്റെ ബേസിൽ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ട് സുപ്പീരിയേഴ്സിനും കൊടുക്കും, അതിൻ്റെ കോപ്പി സൊസൈറ്റിക്കും കൊടുക്കും. അപ്പോൾ ഇതാണ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ്റെ അകത്ത് ചെയ്യുന്നത്. ഇനി അടുത്തത് ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷനാണ്. ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ദിവസങ്ങൾ എടുത്തിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനാണ്. അതുകൊണ്ട് തന്നെ അത് നേരത്തെ തന്നെ നോട്ടീസ് കൊടുക്കും.
ഗീവ് നോട്ടീസ്. അതുപോലെ തന്നെ 5 to 15 days വരെ അതിൻ്റെ കാലാവധിയുണ്ട്. 15 ദിവസത്തേക്കൊക്കെ വരെ ഈ ഇൻസ്പെക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ട്, ഇപ്പോൾ അവിടെ നിന്ന് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. ഇനി അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ടായിരിക്കും. മെറ്റൈനാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ സർപ്രൈസ് ഇൻസ്പെക്ഷന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഇല്ല, അവരെ നേരത്തെ ഇൻഫോം ചെയ്യത്തില്ല. ജസ്റ്റ് വന്നു അപ്പോഴാണ് ഇൻസ്പെക്ഷൻ നടക്കാൻ പോകുന്നു എന്നുള്ള സൊസൈറ്റി തന്നെ അറിയുന്നത്. അതാണ് സർപ്രൈസ്. ഇത് ഡീറ്റെയിൽഡ് ആകുമ്പോഴത്തേനും അവർ നേരത്തെ ഇൻഫോം ചെയ്യും. അത് അവിടെ തന്നെ നിന്ന് ഒരു 5 to 15 days വരെ ആ ഇൻസ്പെക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റും ഉണ്ടായിരിക്കും. ഇനി ഇൻസ്പെക്ടർ നേരെ ഇങ്ങോട്ട് വന്ന് വെരിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. ആദ്യമേ തന്നെ ഒരു പ്രീ പ്ലാൻ ഉണ്ടാക്കണം. ഇൻസ്പെക്ടർ ഒരു പ്രീ പ്ലാൻ ചെയ്യണം. അതിന് ശേഷം വേണം അവിടെ ഇൻസ്പെക്ഷന് വരാനായിട്ട്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഡേറ്റും അതിൻ്റെ ടൈമും നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുമെന്ന് പറയും. ആ നോട്ടീസിൻ്റെ അകത്ത് ഇന്ന ദിവസം വരും, ഇന്ന സമയത്ത് അവിടെ വരും എന്നുള്ള കാര്യം കൂടെ അവരെ അറിയിച്ചിരിക്കും. ഇനി അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അവർ റെഡി ആയിരിക്കും. സൊസൈറ്റി പ്രിപ്പയർഡ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവർക്കൊന്ന് ശരിയാക്കി വെക്കാനായിട്ടുള്ള സമയവും ഈ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷന് ഉണ്ടാവും. ഇനി ഇൻസ്പെക്ടർ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടത് ആക്ട്, റൂൾസ്, ബൈലോസ്, അതുപോലെ തന്നെ ആക്ട്, റൂൾസ്, ബൈലോസ്, സർക്കുലേഴ്സ്, രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന സർക്കുലറും എല്ലാം തന്നെ തറവായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഈ ഇൻസ്പെക്ടർ നേരെ വന്നാൽ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ സൊസൈറ്റിയുടെ ആക്ട്, റൂൾസ്, ബൈലോസ്, അതുപോലെ രജിസ്ട്രാർ സമയാസമയത്ത് ഇഷ്യൂ ചെയ്യുന്ന സർക്കുലേഴ്സും എല്ലാം നന്നായി മനസ്സിലാക്കിയിരിക്കണം. അതായത് അതിനെക്കുറിച്ചുള്ള നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അത് ചുമ്മാ ഒരു അറിവില്ലാതെ നേരെ അങ്ങോട്ട് വന്ന് ഇൻസ്പെക്ട് ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ്റെ അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ, ഡിഫക്ട്സ് ഡിറ്റക്റ്റഡ് ആർ റെക്ടിഫൈഡ് ഓർ നോട്ട്. അതായത് ഡിറ്റക്റ്റ് ചെയ്ത ഡിഫക്ട്സ്, നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെട്ട ഡിഫക്റ്റുകളൊക്കെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഡിറ്റക്റ്റ് ചെയ്തതെല്ലാം റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തും. കണ്ടുപിടിച്ച ഇപ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോഴത്തേനും അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്തപ്പോൾ എന്തെങ്കിലും ഡിഫക്ട്സ് അതിനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഫക്ട്സൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഓഡിറ്റർ കണ്ടുപിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ ജനറൽ ബോഡി കൃത്യമായിട്ട് വിളിച്ചു കൂട്ടാറുണ്ടോ, അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തിൽ ഒരു തവണയെങ്കിലും ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ. അതല്ല, ഇനി ബൈലോസിൻ്റെ അകത്ത് ഇത്ര കാലയളവിനുള്ളിൽ മീറ്റിംഗ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനോടിടയ്ക്ക് ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. പിന്നെ ഈ ജനറൽ ബോഡിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കനുസൃതമായിട്ടാണ് അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്, ആ സൊസൈറ്റിയിലെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അതായത് ജനറൽ ബോഡിയിലെ തീരുമാനത്തിന് അവിടെ തീരുമാനത്തിന് എഗൻസ്റ്റായിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതോ ആ തീരുമാനം അതുപോലെ തന്നെ അംഗീകരിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ്, നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് ഈ വർഷം പ്രിപ്പയർ ചെയ്യുമല്ലോ. അപ്പോൾ ആ ബഡ്ജറ്റിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എക്സ്പെൻഡിച്ചർ അത് അത്രയും തന്നെ എക്സ്പെൻഡിച്ചർ വന്നിട്ടുള്ളോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ്റെ അകത്ത് ഓഡിറ്റർ നേരത്തെ വെരിഫൈ ചെയ്ത ഡിഫക്ട്സൊക്കെ ഡിറ്റക്റ്റ് ചെയ്ത ഡിഫക്ട്സുകളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ജനറൽ ബോഡി മീറ്റിംഗ് കൃത്യസമയത്ത് വിളിച്ചു കൂട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ജനറൽ ബോഡിയിൽ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ടാണോ അവിടെ നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബഡ്ജറ്റ് സാങ്ഷൻ ചെയ്തതിനനുസരിച്ചുള്ള എക്സ്പെൻഡിച്ചർ ആണോ അവിടെ വരുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇതുകൂടാതെ തന്നിരിക്കുന്ന ഇഷ്യൂ ചെയ്തിരിക്കുന്ന വൗച്ചേഴ്സ് ഉണ്ട്, നമ്മൾ വൗച്ചറുണ്ട്, ആ വൗച്ചറിൻ്റെ അകത്ത് എഴുതി കൊടുത്തിരിക്കുന്നതും ഉണ്ടായിരിക്കുന്ന എക്സ്പെൻസസും സെയിം ആണോ എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ മന്ത്ലി റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് കറക്റ്റാണോ, അത് കമ്മിറ്റിയുടെ മുമ്പാകെ പാസ്സാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. പിന്നെ ഡേ ബുക്ക് അപ്ഡേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ സഫിഷ്യൻറ്റ് ഫണ്ട് ആ സൊസൈറ്റിക്ക് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതായത് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ കറക്റ്റായിട്ട് ആ സൊസൈറ്റിക്ക് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് ഒരാളുടെ പേരിലാണോ അതോ ജോയിൻ്റ്ലി തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡിപ്പോസിറ്റ്സ്, അതായത് അക്കൗണ്ട്സ് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നെ അപ്പോയിൻമെൻറ്റും പ്രൊമോഷനും, എംപ്ലോയീസിൻ്റെയും അതുപോലെ തന്നെ ഓഫീസേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റും പ്രൊമോഷനും കൃത്യമായിട്ടാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം.
ഇനി ട്രാവലിംഗ് അലവൻസസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എംപ്ലോയീസിന്. അപ്പോൾ ഈ ട്രാവലിംഗ് അലവൻസസ് റൂൾസ് അനുസരിച്ചാണോ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ഇനി വാല്യുബിൾസ്, അതായത് ഗുഡ്സ്, ഗോൾഡുണ്ട്, ക്യാഷുണ്ട്, ബോണ്ട്, സെക്യൂരിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സേഫ് കസ്റ്റഡിയിലാണോ, അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരെയാണ് റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം കൃത്യമായിട്ടാണോ ആ വാല്യുബിൾസ് സേഫ് കസ്റ്റഡി വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഡബിൾ ലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോക്കറിൻ്റെ കേസിലാണ് ഡബിൾ ലോക്ക് സിസ്റ്റം ഉള്ളത്. അത് അറിയായിരിക്കും. രണ്ട് ലോക്ക്, നമ്മുടെ കയ്യിലും ഒരു ലോക്ക് ഉണ്ടായിരിക്കും, അവരുടെ കയ്യിലും ഒരു കീ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഡബിൾ ലോക്ക് സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജനറൽ ഇൻസ്പെക്ഷൻ്റെ അകത്ത് ഫോളോ ചെയ്യുന്നത്. ഇനി കോസ്റ്റ് ഓഫ് ഇൻക്വയറി, ഇതിനുണ്ടാകുന്ന ഈ ഇൻസ്പെക്ഷനും ഒക്കെ വേണ്ടി വരുന്ന കോസ്റ്റ് ബെയർ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 67 അത് രജിസ്ട്രാറാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോർഷൻ ദി കോസ്റ്റ് ഓൺ ദി ബേസ് ആസ് ഹി മേ ഡീംഡ് ഫിറ്റ്, കൃത്യമായൊരു രജിസ്ട്രാർ കാൽക്കുലേറ്റ് ചെയ്താണ് ഫിക്സ് ചെയ്യുന്നത്. സൂട്ടബിൾ ആയിട്ടുള്ളതനുസരിച്ച് ഫിക്സ് ചെയ്യുവാണ് സാധാരണ ചെയ്യാറുള്ളത്. ജനറൽ ഇൻസ്പെക്ഷനെ അഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷനും ഉണ്ട്, സർപ്രൈസ് ഇൻസ്പെക്ഷനും ഉണ്ട്. സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സർപ്രൈസായിട്ട് പ്രത്യേകിച്ച് ഓർഡറൊന്നും പറഞ്ഞിട്ടില്ല, നേരത്തെ നമ്മളെ അറിയിക്കത്തില്ല, അല്ലാതെ നടത്തുന്ന ഇൻസ്പെക്ഷനെയാണ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റിംഗ് എ സൊസൈറ്റി ആൻഡ് ചെക്കിംഗ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വിതൗട്ട് എനി പ്രോപ്പർ നോട്ടീസ്. പിന്നെ വിതൗട്ട് എനി പ്രോപ്പർ നോട്ടീസ്. അതുപോലെ തന്നെ ഈ ഒരു പ്രത്യേക ഓർഡറൊന്നുമില്ല, ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും, ചുമ്മാ ഒരു പെർഫോമോ ഒന്നും ഇല്ലാതെ ഒരു റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നേരെ ഇൻസ്പെക്ടർ ഒരു ദിവസം അങ്ങ് സൊസൈറ്റി ചെല്ലുന്നു, ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് അതിൻ്റെ ബേസിലൊരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് വയ്ക്കും. ഇനി അതിൻ്റെ അകത്ത് ഇൻസ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാലൻസ് ആണ് മെയിൻലി അവിടെ ഇൻസ്പെക്ഷൻ നടത്തുന്നത്. സർപ്രൈസ് ഇൻസ്പെക്ഷൻ്റെ അകത്ത് മെയിൻലി കണ്ടക്ട് ചെയ്യുന്നത് ക്യാഷ് ബാലൻസ് നോക്കും. അതായത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കും. അങ്ങനെ എന്തെങ്കിലും സംശയമായ സാഹചര്യത്തിലാണ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ മിസ്അപ്രോപ്രിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സുപ്പീരിയേഴ്സിനെ ഇൻഫോം ചെയ്യും. ഇനി ചെറിയ ഡെഫിസിറ്റൊക്കെയാണ് കാണുന്നതെങ്കിൽ, ഈ ക്യാഷിനകത്ത് ചെറിയ മിസ്അപ്രോപ്രിയേഷൻസ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് റീപേ അലോങ് വിത്ത് 18% ഇൻട്രസ്റ്റ് അവരോട് പറയും. ആ എമൗണ്ട്, അതിനകത്ത് ചെറിയ എമൗണ്ട് എന്തെങ്കിലും കുറവ് കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ സർചാർജ് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി അവരിൽ നിന്ന് മോണിറ്ററി ലോസ് ആര് വഴിയാണോ ഉണ്ടായിരിക്കുന്നത് അവരുടെ പേരിൽ ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യും. ഇനി അതിൻ്റെ അകത്ത് എത്ര രൂപയാണ് അവർ അടയ്ക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടായിരിക്കും, എമൗണ്ട് ഡ്യൂ. അതുപോലെ തന്നെ അവർക്ക് ഒരു അവസരം കൊടുക്കും, എന്തുകൊണ്ടാണ് ആ മോണിറ്ററി ലോസ് അയാൾ വഴി ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാനായിട്ടുള്ളൊരവസരം കൊടുക്കും. ഇനി സർചാർജ് ഓർഡറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. ഇറ്റ് ഇസ് ഇൻ റിട്ടേൺ ഫോം ആൻഡ് സെൻഡ് ത്രൂ രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ്. റിട്ടേൺ ഫോമിലാണ് അത് രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അക്നോളജ്മെൻറ്റും കൂടെ ചേർത്താണ് അയച്ച് കൊടുക്കാറുള്ളത്. അതിൻ്റെ അകത്ത് നെയിം ഓഫ് ദി സൊസൈറ്റി, ഏത് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർചാർജാണ്, ഏത് വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം റെസ്പോൺസിബിൾ ഫോർ റീപേയിങ് മണി. ഇനി എത്രയാണ് ഇൻട്രസ്റ്റ് തുക ചാർജ് ചെയ്തിരിക്കുന്നത്, എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എത്രയാണ് കൊടുക്കേണ്ടത്, എത്ര രൂപയാണോ നഷ്ടം വരുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒപ്പം ഒരു ഇൻട്രസ്റ്റ് കൂടെ കാണും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് എമൗണ്ട് ഓഫ് കോമ്പൻസേഷൻ ടു ബി, ടോട്ടൽ എത്ര എമൗണ്ടാണ് അവർ തിരിച്ചടയ്ക്കേണ്ടത്. ഇനി പീരീഡ്, എത്ര നാളിനകം ഇത് അടയ്ക്കണം. ഇത്ര ഡേറ്റ് ഉണ്ടായിരിക്കും, ഇത്ര ഒരു ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ ഡേറ്റിനോടകം തിരിച്ചടയ്ക്കാൻ പറയും. ഇനി ഇഫ് ഹി ഫെയിൽഡ് ടു റെമൈറ്റ് ദാറ്റ് എമൗണ്ട് വിതിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം, റവന്യൂ റിക്കവറിയാണ് ഉള്ളത്. നേരിട്ട് ചെന്ന് പിടിച്ച് എടുക്കാനുള്ള ആസ്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്താണോ അത് ചാർജ് ചെയ്യും. അതാണ് ഈ സർചാർജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓർഡറിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്ക് യു.